സുഹൃത്തുക്കളുടെ വിശ്വാസവും കഠിന പരിശ്രമവും നിമിത്തം സൗഖ്യമായ പക്ഷാവാതം പിടിച്ചൊരു മനുഷ്യൻ്റെ ചിത്രമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ സ്വന്തം വിശ്വാസത്തിൻ്റെ ആഴവും മറ്റുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നാം എത്രത്തോളം പരിശ്രമിക്കണമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തത്തെയും പ്രാധാന്യത്തെയും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നല്ല സുഹൃത്തുക്കളായ ഇവർ രോഗിയായ തങ്ങളുടെ സുഹൃത്തിനെ സുഖപ്പെടുത്തുവാനുള്ള യേശുവിൻ്റെ ശക്തിയിൽ അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിക്കുകയും ജനക്കൂട്ടം തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടും സുഹൃത്തിനെ യേശുവിൻ്റെ മുമ്പാകെ കൊണ്ടുവരുവാനുള്ള വഴികൾ തേടുന്നതിൽ അവർ സ്ഥിരോത്സാഹം കാണിച്ചു. രോഗത്തിൻ്റെ കാഠിന്യവും മനസ്സിൻ്റെ തളർച്ചയും നിമിത്തം തളർവാദ രോഗിയായ ഈ മനുഷ്യന് ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി യേശുവിനെ സമീപിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആ ആവശ്യ സമയത്ത് ഈ സുഹൃത്തുക്കൾ ഇടപെട്ടു. നല്ല ശമരിയാക്കാരൻ്റെ കഥയിലൂടെയും നാം കാണുന്നത് ഈ സുഹൃത്തുക്കളുടെ മനോഭാവമാണ്. ഒരുവൻ്റെ തീവ്രമായ ദുഃഖത്തിൻ്റെ നടുവിൽ ബലഹീനമായ അവസ്ഥയിൽ സമൂഹത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ബലഹീനതകളുടെ നടുവിൽ, ഹൃദയത്തെ കുത്തിത്തുളയ്ക്കുന്ന വേദനയുടെ നടുവിൽ, ആരോടും പറയാനാവാത്ത നൊമ്പരങ്ങളുടെ നടുവിൽ നമ്മോടൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളും വിചാരിച്ചു പോയിട്ടുണ്ട്, ഇല്ലേ? തങ്ങളുടെ സുഹൃത്തിന് രോഗശാന്തി യേശുവിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ദൃഢനിശ്ചയവും അവരുടെ സമർപ്പണവും വിശ്വാസവും തങ്ങളുടെ സുഹൃത്തിന് വേണ്ടി എത്രത്തോളം പോകാൻ ഇവർ തയ്യാറായിരുന്നു എന്ന് തെളിയിക്കുന്നു. യേശു ഈ സുഹൃത്തുക്കളെ വിശ്വാസം കണ്ടിട്ടാണ് മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. സുഹൃത്തുക്കൾക്ക് ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു. ഒരു പക്ഷേ ആ വ്യക്തി മരിക്കേണ്ട അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ വേദന വളരെ കഠിനമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ദിവസം കഴിഞ്ഞ് യേശു പത്രോസിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് വരെ കാത്തിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് സുഹൃത്തിനെ കാണിച്ചാൽ മതിയായിരുന്നു. എന്നാൽ രോഗിയായ ഈ മനുഷ്യൻ്റെ അവസ്ഥയുടെ ആഴം, ഈ മനുഷ്യൻ്റെ ബലഹീനത, ഈ മനുഷ്യൻ്റെ രോഗത്തിൻ്റെ കാഠിന്യം, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ടറിയാൻ സാധിച്ചതുകൊണ്ടാണ് ഈ സുഹൃത്തുക്കൾക്ക് ആ വീടിൻ്റെ മേൽക്കൂര പൊളിക്കുവാൻ സാധിച്ചത്. അതിന് മുതിർന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഈ കാലഘട്ടത്തിൽ കിട്ടുവാൻ വളരെ പ്രയാസം തന്നെയാണ്. ഈ മനുഷ്യനെ പോലെ ചായാനൊരു ചുമലില്ലാത്ത, കേൾക്കാൻ ആരോരുമില്ലാത്ത ഹൃദയങ്ങളെ നൊമ്പരങ്ങളെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കെട്ടിപ്പിടിച്ചു കരയുവാൻ സ്വന്തമായി ഒരു തലയിണ പോലുമില്ലാത്തവരുടെ ജീവിത ശൂന്യതയെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതെ, അവരെ കാണാൻ കണ്ണും കേൾക്കാൻ മനസ്സും ചേർത്ത് പിടിക്കാൻ സ്നേഹവും നമ്മിലുണ്ടാകണം. കാരണം നമ്മൾ ഓരോ നെടുവീർപ്പിൻ്റെയും ആശ്വാസങ്ങളായി മാറേണ്ടതാണ്. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടവും. ഗലാത്യർ 6-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഇവിടെ യേശു ലളിതമായ വിശ്വാസത്തോട് പ്രതികരിക്കുന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചു കാണിക്കുകയാണ്. യേശുവിൻ്റെ മുമ്പാകെ നമുക്കെത്താൻ സങ്കീർണമായ വ്യവസ്ഥകളോ വർഷങ്ങളുടെ പഠനമോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം മാത്രം മതി. സ്നേഹമുള്ള, സമർപ്പണമുള്ള, ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കളും. ദൈവം അനുഗ്രഹിക്കട്ടെ.